Hello guys, welcome to J5 Unplugged channel. It's me Jasmine. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ മലനിരകളിലൊന്നായ ഹിൽ സ്റ്റേഷൻസിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ യാത്രയെക്കുറിച്ചാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് രാവിലെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഞങ്ങൾ പൊതുവെ യാത്രകളെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് മിക്കപ്പോഴും ഞങ്ങൾ യാത്രകൾ പോകാറുമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾക്ക് വലിയ ആശ്വാസമാണ് നമ്മുടെ യാത്രകൾ. വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് പുതുജീവൻ ലഭിക്കുന്ന ഓർമ്മകൾ കിട്ടണമെങ്കിൽ യാത്രകൾ പോകണം. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില നല്ല നിമിഷങ്ങൾ എൻ്റെ ക്യാമറകളിൽ പകർത്താറുണ്ട്. സേവ് മൊമെൻറ്റ്സ്, ക്രിയേറ്റ് മെമ്മറീസ്, അതാണ് എൻ്റെ പോളിസി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ ഒപ്പിയെടുക്കുന്ന ഞങ്ങളുടെ യാത്രയിലെ നിമിഷങ്ങൾ ഞാൻ സ്റ്റാറ്റസിടാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികം എല്ലായിടത്തും ഉള്ളതുപോലെ ഞാനും കേൾക്കാൻ തുടങ്ങി. എന്തിനാ ഇങ്ങനെ നല്ലത് സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരെയും അറിയിക്കുന്നത് എന്നൊരു ഭാഗം. മറുഭാഗത്ത് നിന്റെ സ്റ്റാറ്റസുകൾ ഞങ്ങൾക്ക് കാണണമെന്ന്. അത് ഞാനെവിടെ പോകുന്നു എന്നറിയാനാട്ടോ. എന്നാൽ പിന്നെ ഞാൻ ആ പോയിൻ്റ് അങ്ങ് എടുത്തു. എൻ്റെ മൊമെൻറ്റ്സ് ഞാനങ്ങ് സേവ് ചെയ്യാൻ തുടങ്ങി. അതിന് ഞാൻ യൂസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. എന്നാൽ ഞാൻ പോലും അറിയാതെ എൻ്റെ യൂട്യൂബ് ഫാമിലി വളർന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല മൊമെൻറ്റ്സിൽ അവരും എനിക്കൊപ്പം ചേർന്നു. ഇപ്പോൾ ഞങ്ങളുടെ യാത്രകൾ കൂടുതൽ മനോഹരമാകുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ യൂട്യൂബ് ഫാമിലിയും എനിക്കൊപ്പം ആ കാഴ്ചകൾ കാണുന്നു. ഒത്തിരി നന്ദി. യാത്രകൾ മാത്രമല്ല ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷ നിമിഷങ്ങൾ കൂടെയാണ്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും നല്ല നിമിഷങ്ങൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക. വ്യക്തിസ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനൊരു ബുദ്ധിമുട്ടും തരാത്ത കമൻസിനും സ്വാഗതം. അപ്പോൾ കൊടൈക്കനാൽ വിശേഷത്തിലോട്ട് വരാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. കൊടൈക്കനാലിലേക്ക് മാത്രമാണ് ലക്ഷ്യമിട്ടതെങ്കിലും അവിടെ നിന്ന് തിരികെ അടുത്ത ഡെസ്റ്റിനേഷനും എത്തി. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ കൊടൈക്കനാൽ വിശേഷങ്ങൾ കാണിക്കാം. കാറിലാണ് നമ്മുടെ യാത്ര. കാറിൽ പോകുമ്പോൾ അത്യാവശ്യം ടോളുകൾക്കുള്ള കാശും കരുതുക. ഈ യാത്രയിൽ എത്തുന്ന സ്ഥലത്തേക്കുള്ള ഭംഗിക്കൊപ്പം പോകുന്ന യാത്രയിലെ കാഴ്ചകളും ഭംഗിയും വളരെ മനോഹരമാണ്. പിന്നെ NH ക്യാമറകൾ ധാരാളമുണ്ട്. സ്പീഡ് പരിമിതമാക്കുക. രാവിലെ ഇറങ്ങിയിട്ട് രാത്രി എത്തിയത് കൊണ്ട് തന്നെ രാവിലത്തെയും രാത്രിത്തെയും ഒക്കെ കാഴ്ചകൾ നമുക്ക് പകർത്താൻ പറ്റി. അത് ആസ്വദിക്കാൻ വളരെയധികം പറ്റി. ചെറിയ മഴയും വലിയ മഞ്ഞും ഉള്ള സമയത്താണ് നമ്മൾ കൊടൈക്കനാലിൽ എത്തുന്നത്. അങ്ങനെ രാത്രി എത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകൾ കറങ്ങി കാണാനൊന്നും ഇറങ്ങിയില്ല. നേരെ റൂം എടുത്ത് റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ആണ് കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയത്. മലയോര മേഖലകളായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുസൃതി കുട്ടന്മാരെ ധാരാളം കാണാൻ പറ്റി. പിന്നെ ആദ്യം രാവിലെ തന്നെ എത്തിയത് ഫേമസ് ആയ കൊടൈക്കനാൽ ലേക്കിലേക്കാണ് കേട്ടോ. വളരെ തണുത്ത പ്രദേശമായതിനാൽ ഇവിടെ നേരത്തെ കടകളടയ്ക്കും. എന്നാൽ ലേറ്റായിട്ടാണ് തുറക്കുന്നത്. ലേക്കിന് ചുറ്റും ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നടക്കാനുള്ള നടപ്പാതയുണ്ട്. നല്ല തണുപ്പും നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അതിരാവിലെ ആയതുകൊണ്ട് അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. കൊടൈക്കനാലിൻ്റെ ക്ലൈമറ്റ് എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാം. രാവിലെ വേറൊന്നും ഓപ്പൺ ആയിട്ടില്ലെങ്കിലും സൈക്ലിംഗ് ആക്ടിവിറ്റി ഏരിയയിൽ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈക്ലിംഗ് മാത്രം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അത് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നടന്ന ലേക്കിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന സഞ്ചാരികളെ അവിടെ കണ്ടു കേട്ടോ. രാവിലെ ജിമ്മിൽ പോകാൻ മടിയുള്ള ഞങ്ങൾ 5 കിലോമീറ്റർ സൈക്ലിംഗ് ഫണ്ണിയാണോ ട്രാജിക് ആണോ അറിയില്ല. എന്തായാലും തളർന്നു. ഇടയ്ക്ക് തളർന്നപ്പോൾ സൈക്കിളിൽ നിന്ന് ഞാൻ ഇറങ്ങി നടന്നത് എനിക്ക് അറിഞ്ഞതുമില്ല. പിന്നെ അങ്ങനെ തളർന്നപ്പോഴേക്കും റൂമിൽ പോയി ഫ്രഷായി നേരെ വിട്ടു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ഇവിടം ഇത്ര ഫേമസ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ഇവിടം ഫേമസ് ആണ്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഫേമസ് ആക്കി. യെസ്, ഗുണ കേവ് അത്യുഗ്രൻ. ശരിക്കും ഗുണ കേവ് എന്നല്ല അതിന് പേരിടേണ്ടതെന്ന് മഞ്ഞുമൽ കേവ് എന്നാണ്. ഗുണ കേവിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്ക് ഒട്ടും പിന്നിലേക്കല്ല. എന്നാലും അത് വേറെ, അതൊന്നും ആസ്വദിക്കണമല്ലോ. അതും നമ്മൾ ആസ്വദിക്കണം. സഞ്ചാരികളുടെ തിരക്ക് കാണാനും അതൊരു ഭംഗി തന്നെയാണ്. നമ്മളെപ്പോഴും നമുക്കെന്താ എങ്ങനെയെന്നല്ല ചിന്തിക്കേണ്ടത്. ഈ പ്രസൻറ്റ് മൊമെൻറ്റ്സിൽ എങ്ങനെ ഹാപ്പി ആകാമെന്ന് ചിന്തിക്കുക. നമ്മൾക്ക് നമ്മളെ ഹാപ്പിയാക്കാനും സങ്കടപ്പെടുത്താനും പറ്റത്തുള്ളൂ. അതൊരു സെൽഫ് റെസ്പെക്റ്റാണ്. ഇനിയുള്ള കാഴ്ചകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒന്നും ഓർമ്മയില്ല എന്നല്ല, ആരും ഒന്നും കണ്ടില്ല. എല്ലാം മഞ്ഞ് കൊണ്ടുപോയി. ഒരുപാട് കോളേജ് കുട്ടികളും
അല്ലാതെ സ്കൂൾ കുട്ടികളും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഗുണ കേവിലുണ്ടായിരുന്നു. ഗുണ കേവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സൂസൈഡ് പോയിൻ്റ് ഉണ്ടായിരുന്നത്. അവിടെ കയറാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു. പിന്നെ അടുത്ത് പൈൻ ഫോറസ്റ്റ്, അവിടെയൊക്കെ വളരെ തിരക്കായിരുന്നു. വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത്രയും തിരക്കല്ല ശരിക്കും, ഇതിനപ്പുറത്ത് ഇത് ഇൻസൈഡ് നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും ഇതിനേക്കാളും തിരക്ക് ഇതിനകത്തോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അകത്ത് ഗുണ കേവൊക്കെ കണ്ടിട്ട് വന്നപ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ടയേർഡായി. അപ്പോൾ ഫ്രണ്ടിലുണ്ടായിരുന്ന ഷോപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല ചായയും കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ ദാണ്ടെ മഞ്ഞുകൾക്കിടയിലേക്ക് ഓടി തന്നെ വീണ്ടും അടുത്ത സഞ്ചാരം തുടങ്ങി. അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ദാണ്ടെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരായ നമ്മുടെ കുസൃതി കുട്ടന്മാർ. വീണ്ടും ഞാൻ പറയുകയാണ്, മഞ്ഞ് കാരണം കൂടുതൽ വ്യൂസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ മഞ്ഞ് മാറി ഒളിച്ചപ്പോൾ അതാ ഒരു ഹിഡൻ സ്പോട്ട് ഞങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിനെ കുളിർപ്പിക്കാൻ യാത്രകൾക്ക് പ്രത്യേക കഴിവാണ്. ഇവിടം അത്യാവശ്യം സഞ്ചാരികളുടെ കണ്ണിൽ പെടാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പറയത്തേക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളും പിന്നെ ഒരു കുഞ്ഞു ഫാമിലി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർബായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഇതൊരു സ്ട്രീമാണോ എന്ന് ചോദിച്ചാൽ സ്ട്രീമാണ്. പിന്നെ വാട്ടർഫോൾസ് ആണോ എന്ന് ചോദിച്ചാൽ വാട്ടർഫോൾസ് പോലെയും തോന്നുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ഓസം ഫീലായിരുന്നു, ഓസം അറ്റ്മോസ്ഫിയർ ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ്. അത് നേരെ ടൈം കളയാതെ നേരെ ചെന്ന് കൊടൈക്കനാലിലെ സ്വർഗമെന്ന് എനിക്ക് തോന്നിയ കോക്കസ് പാർക്കിലേക്ക്. ഈ ഇടം എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം വർണ്ണനകൾക്ക് അതീതമാണ് ഇവിടം. താഴ്വരകളുടെയും ആകാശത്തിനും ഇടയിലുള്ള നടത്തം വളരെ മനോഹരം. ശരിക്കും ഭൂമിയുടെ അടുത്തടുത്ത് നിന്ന് എത്രയോ മുകളിൽ ആകാശത്തെ തൊട്ട് നമ്മൾ നിൽക്കും പോലെയാണ്, നടക്കും പോലെയാണ് ഇവിടെ കോക്കസ് വാക്കിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ആകാശത്തിന് തൊട്ടടുത്ത് നിന്ന് നടക്കും പോലെ തോന്നി. പിന്നെ നമ്മൾ പോയ ടൈമിൽ ഇവിടെ ഫോഗ് മാറി നിൽക്കുമ്പോൾ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് താഴത്തെ വ്യൂസൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ കച്ചവടക്കാർ, ഈ സൈഡിലെ ഫുട്പാത്ത് അതിൻ്റെ പാത്തിന് സൈഡിലുള്ള കച്ചവടക്കാരൊക്കെ പറയുകയും ചെയ്തു, വന്ന ടൈം അടിപൊളി. കാരണം അത് ഞങ്ങൾക്ക് തൊട്ട് മുമ്പ് വന്നവർക്കൊന്നും ഇവിടുത്തെ വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ബിക്കോസ് അവിടെ ഫുള്ളും കോട ഇറങ്ങിയിട്ട് അവർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ കോട ഇറങ്ങിയാലുള്ള വ്യൂ ഇതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് നേരം നിന്നു. പിന്നെ അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്ന് രാവിലെ നമ്മൾ പോയ ലേക്ക് സൈഡ്, കൊടൈക്കനാൽ ലേക്ക് സൈഡിന് അടുത്തുള്ള ഷോപ്പുകളിലേക്ക് പോയി. രാത്രികാല കച്ചവട കാഴ്ചകൾ കാണണമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടൈക്കനാൽ ലേക്ക് വ്യൂ പോയിന്റിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ ഫോഗൊക്കെ കാരണം നമുക്ക് കൂടുതൽ വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ വലുതായിട്ടൊന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ പൊതുവേ ഞങ്ങൾ യാത്രകളിൽ വളരെ പർച്ചേസിംഗ് ഒക്കെ വളരെ കുറവാണ്. ഫുഡ് ഐറ്റംസൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്യാറുണ്ട്, കാരണം ഞങ്ങളൊരു ഫുഡീസും കൂടിയാണ്. അവിടെ നിന്ന് എന്ത് വാങ്ങുന്നു എന്നതിലല്ലോ, എന്ത് കാണുന്നു എന്നതിലാണല്ലോ കാര്യം, കാഴ്ചകളാണല്ലോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയൊരു സാധനം ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം, ഊട്ടി വർക്കി. ഇതാണ് ഊട്ടി വർക്കി. അതിൻ്റെ പേര് പോലെ തന്നെ വെറൈറ്റി ഐറ്റം ആയിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു സ്വീറ്റാണിത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞ് ചോക്ലേറ്റ്സ് വാങ്ങിയായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ നമ്മൾ മൂന്നാറിൽ നിന്ന് ചോക്ലേറ്റ്സ് വാങ്ങി നമ്മൾ അവിടുത്തെ ഹെയർ പിന്നൊക്കെ കഴിഞ്ഞ് താഴേക്ക് എത്തിയപ്പോഴത്തേക്ക് അടിവാരത്ത് എത്തിയപ്പോഴത്തേക്കും ആ ചോക്ലേറ്റ്സ് ഒക്കെ ഏകദേശം മെൽറ്റായിപ്പോയി. പക്ഷേ ഈ ചോക്ലേറ്റ്സ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷവും അത് മെൽറ്റായിട്ടൊന്നും ഇല്ലായിരുന്നു, നല്ല ഹാർഡായിട്ടിരുന്നു. നമ്മളിവിടെ നിന്ന് നേരെ പോയത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. അവിടെ എത്തും വരെ ആ ചോക്ലേറ്റ് ഇരുന്നു. 2 ദിവസമാണ് നമ്മൾ കൊടൈക്കനാലിൽ സ്പെൻഡ് ചെയ്തത്. ഏകദേശം നമ്മൾ കൊടൈക്കനാലിൻ്റെ ഭംഗി മുഴുവൻ നമ്മൾ ആസ്വദിച്ചു. ഒരിക്കലും എത്ര പോയാലും മടുക്കാത്തൊരിടം, ഇനിയും എന്തോ കാണാൻ ബാക്കി വെച്ചതുപോലെ എന്ന മനസ്സോടെ നേരെ പുതിയ ഓർമ്മകൾക്കായി മധുരയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒരു ഡിസ്ക്ലെയിമർ കൂടെ പറയാം. വീഡിയോ എടുക്കുന്ന രീതികളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ കാഴ്ചകൾ മനോഹരമാക്കാം. ഒപ്പം ചേർന്നവർ വിട്ടുപോകാതെ ഇനിയും കൂടുതൽ പേർ നമുക്കൊപ്പം ചേരട്ടെ. കുടുംബത്തിൻ്റെ വളർച്ചയും കൂടുതൽ കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. Thank you for watching and stay tuned for our next video. Subscribe and comment. J5 Unplugged. Bye bye.